ഈ കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫുള്ള് വെള്ളക്കെട്ടും വെള്ളവും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടനാട് മാറിയിട്ടുണ്ട്. ആ, എങ്ങനെയാണ് ഈ കുട്ടനാട് ഇങ്ങനെ ഇപ്പൊ മാറാനുള്ള കാരണം? അതായത് ഈ പുരാതന കാലത്ത് ഈ മനുഷ്യവാസം ഉണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് ഈ മലയോര പ്രദേശത്താണ്. ഒരു മലയും അതിൻ്റെ അടിവാരവും അതാണ് ജനവാസ മേഖലകളായിട്ടുണ്ടായിരുന്നത്. ഈ ചരിത്രം പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ കൃത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മലയോര മേഖലയുണ്ടല്ലോ, അതായത് കുട്ടനാടിൻ്റെ കിഴക്ക് ഭാഗം, ഉം. ഇന്ന് കാണുന്ന കുട്ടനാടിൻ്റെ കിഴക്ക് ഭാഗം മാത്രമേ കരപ്രദേശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കടൽ കയറി കിടന്നിരുന്ന പ്രദേശമാണ്. പിന്നീട് കടൽ പിൻവാങ്ങി കര രൂപപ്പെട്ട പ്രദേശമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടനാട് ഇത്ര ചതുപ്പ് നിലമായിട്ട് കിടക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള പ്രദേശം കൂടിയാണ്. ഉം. സുഖമായിട്ട് കടലിൽ കയറി വന്നു കഴിഞ്ഞാൽ അപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശം പിന്നീട് കാലാന്തരത്തിൽ കായലുകളായിട്ട് മാറി, കായൽ നിലങ്ങളായിട്ട് മാറി. ഇന്നത്തെ കാണുന്ന കായൽ നിലമല്ല, കായൽ പരന്നൊഴുകുന്ന പ്രദേശത്തെയാണ് കായൽ നിലങ്ങളെന്ന് പറയുക. കായൽ സ്വതവേ ആഴമുള്ള മേഖലയാണ്, എന്നാൽ അതിൻ്റെ കുറച്ച് ഭാഗം കായൽ പരന്നൊഴുകുന്ന മേഖല, അവിടെ ആഴക്കുറവായിരിക്കും. ഈ ഊന്ന് വള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ കഴുക്കോല്, അതായത് കഴുക്കോലെന്നോ നമ്മുടെ മുളയില്ലേ, മുള കുത്തി കെട്ടുവള്ളങ്ങൾ കുത്തി നീങ്ങിപ്പോകുന്ന അവസ്ഥയിലുള്ള പ്രദേശങ്ങളും ഉണ്ട്. എന്നാൽ മുള കുത്തിയ താഴെ എത്താത്ത അത്ര ആഴമുള്ള മേഖലകളും ഉണ്ട്. അവിടെ ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധ കാലം അവിടെ ഈ കടുത്ത ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. നമ്മുടെ നാടുകളിൽ ആഹാരം കിട്ടാനില്ല. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വലിയ ക്ഷാമം, അരി കിട്ടാനില്ല, ഗോതമ്പ് കിട്ടാനില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് റേഷൻ കടകൾ വഴിയോ അല്ലെങ്കിൽ അതേപോലെ വിതരണ കേന്ദ്രങ്ങൾ വഴിയോ വിതരണം ചെയ്യുന്നു. കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടു. ആ സമയത്ത് ഇന്ന് ഈ കാണുന്ന കേരളമല്ല, ഇവിടെ രാജഭരണം ഉണ്ടായിരുന്നു. ഈ കുട്ടനാട് അടങ്ങുന്ന മേഖല തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ, ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കീഴിൽ ആയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം നമുക്ക് ഇവിടെ കൃഷി വർദ്ധിപ്പിച്ചേ പറ്റൂ, കൃഷിയിടങ്ങൾ കുറവ്. നമ്മുടെ ഈ നാട്ടിലിപ്പോൾ കരനെൽ കൃഷി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ കുട്ടനാട് എന്ന് പറയുന്നത് ഒരു വെള്ളം എപ്പോഴും വെള്ളം കിട്ടുന്ന പ്രദേശം. ഈ കരനെൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലവർഷത്ത് മാത്രമേ അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ വർഷത്തിൽ ഒരു തവണയെ കൃഷി നടക്കുള്ളൂ. പണ്ട് കാലത്ത് ഈ കരനെൽ കൃഷി മാത്രമേ ഉള്ളൂ. ഈ കുട്ടനാട്ടിൽ കൃഷിയൊന്നും ഇല്ല, അവിടെ ഈ ചതുപ്പ് നിലമായിരുന്നു. അപ്പോൾ ഈ കരനെൽ മാത്രം കൃഷി ചെയ്ത് മാത്രം നമുക്ക് മുമ്പോട്ട് പോകാനൊക്കില്ല, കൂടുതൽ കൃഷിയിടങ്ങൾ വേണമെന്ന് ഈ രാജാവ് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം, ഈ കായൽ പരന്നൊഴുകുന്ന കായലുള്ള പ്രദേശം ഉണ്ടല്ലോ, ഏക്കർ കണക്കിന് വെറുതെ തുറസായി കിടക്കുക. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ നടുക്കാണോ നിൽക്കുന്നു, കാര്യം കര കാണാൻ പറ്റില്ല, അത്രയ്ക്ക് പരന്നൊഴുകുന്ന പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശം വളച്ചു കെട്ടിയെടുത്ത് അവിടെ കൃഷി ഭൂമിയാക്കി മാറ്റണം. വളരെ ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ ഇതിന് ആര് തയ്യാറാവും? അപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് വന്ന ഒരാളാണ് മുരിക്കൻ എന്ന് പറയും. അദ്ദേഹത്തെ പിൽക്കാലത്ത് കായൽ രാജാവ് എന്നാണ് ആളുകൾ വിളിപ്പിച്ചത്. ജോസഫ് മുരിക്കൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കായൽ കൃഷിഭൂമിയാക്കി മാറ്റാം എന്നുള്ള ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ രാജാവ് അതിന് പകരം കൊടുത്തത്, അങ്ങനെ നിങ്ങൾ കൃഷിഭൂമിയാക്കി മാറ്റുകയാണെങ്കിൽ ആ ഭൂമിയുടെ അവകാശം നിങ്ങൾക്ക്, കൂടാതെ 5 വർഷത്തേക്ക് അതിന് പാട്ടക്കരാറും വേണ്ട, അല്ലെ അതിന് നികുതിയില്ല, 5 വർഷത്തേക്ക് നികുതിയും വേണ്ട, ആ ഭൂമി, ആ വളർത്തെടുക്കുന്ന ഭൂമി നിങ്ങൾക്ക് കൈവശം വെക്കാം. അങ്ങനെ ഈ ജോസഫ് മുരിക്കൻ എന്ന് പറയുന്ന മുരിക്കൻ ഈ കായൽ നിലങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത്, നല്ല ഒത്ത തെങ്ങ് അത് നേരെ നടുകെ അങ്ങ് പിളർക്കുകയാണ്. പിളർത്തിട്ട് ഈ ആഴം കുറഞ്ഞ കായൽ പ്രദേശം ഉണ്ടല്ലോ, അവിടെ ഈ വേലി കെട്ടുന്നത് പോലെ അത് കുത്തിയിറക്കി. എന്നിട്ട് അത് പരസ്പരം ബന്ധിക്കാനായിട്ട് മുളകൾ കൊണ്ട് വേലി കെട്ടി. ഈ ഒരു വശത്ത് കെട്ടിയതിൻ്റെ അപ്പുറത്ത് വശത്ത് ഏതാണ്ട് ഈ ആഴം കുറഞ്ഞ പ്രദേശത്ത് തന്നെ ഒരു 20-30 അടി ഭാഗത്ത് വീണ്ടും ഇതേപോലെ ഒരു വേലി കെട്ടിയിട്ട് ഈ 2 വേലിയുടെ ഇടയിലേക്ക് നമ്മുടെ കായലിനകത്ത് കട്ടച്ചെളിയുണ്ട്, ഈ കുത്തിയെടുക്കുന്ന ചെളി, ആ ചെളി കൊണ്ടുവന്ന് നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നിറച്ചാണ് ബണ്ടുകൾ രൂപപ്പെടുത്തി. എന്നിട്ട് ഈ പറയുന്ന വെള്ളക്കെട്ടുള്ള പ്രദേശം, അതായത് കായലിൻ്റെ ആഴം കുറഞ്ഞ പ്രദേശമല്ല, ഇതേപോലെ വേലി കെട്ടി അതിനുള്ളിലാക്കി. അന്ന് ഈ പമ്പ് സെറ്റൊന്നും ഇല്ല, ഈ ചക്രം ചവിട്ടുക എന്ന് പറയും, അല്ലെങ്കിൽ തേവി പറ്റിക്കുക എന്ന് പറയും. അത്തരത്തിൽ തൊഴിലാളികൾ ഇറങ്ങി രാവുകളില്ലാതെ പണിയെടുത്ത ആ കുളം, ആ കായൽ പ്രദേശം അത് വെള്ളം വറ്റിച്ചെടുത്തു. ആദ്യകാലത്ത് ഈ പണി തുടങ്ങിയപ്പോൾ ഒരു 500ഓളം തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുരിക്കൻ്റെ കീഴിൽ. പിന്നീട് ആ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. കാര്യം അന്ന് കൊടും പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്,
എവിടെ തൊഴിൽ കിട്ടുന്നോ അങ്ങോട്ടേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. തുച്ഛമായ വേതനയൊന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പണിയെടുക്കാൻ വന്നവരുടെ ഏറ്റവും വലിയ ആകർഷക ഘടകം 3 നേരം ഭക്ഷണം കിട്ടും. ഈ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഭക്ഷണം പാകം ചെയ്ത് വലിയ വള്ളത്തേലൊക്കെ കൊണ്ടുവന്നാണ് ഈ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭക്ഷണം കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട്, പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുച്ഛമായ വേതനവും കിട്ടും എന്നുള്ളത് കൊണ്ടും ധാരാളം തൊഴിലാളികൾ ഈ ഒരു തൊഴിലിന് വേണ്ടി വന്നു. അങ്ങനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പരിപാടി നടന്നു. അങ്ങനെ പിന്നീട് ഇയാളുടെ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇയാൾ അച്ചായൻ എന്നാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. ജോസഫ് മുരിക്കൻ എന്ന പേര് വളരെ അധികാരം അങ്ങനെ ഉപയോഗിച്ച് അച്ചായൻ, കുട്ടനാടിൻ്റെ അച്ചായൻ എന്നുള്ള. അപ്പം ഇങ്ങനെ കുറേ കാലം ഈ കായലിലെ വെള്ളം വറ്റിച്ച് കര തെളിഞ്ഞ് അവിടെ കൃഷിഭൂമിയായി മാറിയപ്പോൾ ഈ തിരുവിതാംകൂർ മഹാരാജാവ് നേരിട്ട് വന്നിട്ടാണ് അവിടെ വിത്തെറിഞ്ഞ് അവിടെ കൃഷി ആരംഭിച്ചു. ഇവിടെ ഈ ഓരോ പ്രദേശവും ഇങ്ങനെ വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യാനായിട്ട് യോഗ്യമായി എടുത്ത ഭൂമിക്കൊക്കെ, അല്ലെങ്കിൽ ആ കൃഷിഭൂമിക്കൊക്കെ രാജാവിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളവരുടെ പേര് കൊടുത്താണ് മുരിക്കൻ ചെയ്തത്. ക്യൂ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു 900 ഏക്കർ പ്രദേശം ഇതേപോലെ വേർതിരിച്ചെടുത്തതിന് ശ്രീ തിരുനാളിനോടുള്ള ആദരസൂചകമായി ചിത്തിരക്കായൽ എന്നാണ് പേരിട്ടത്. അതിനുശേഷം മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് എസ് ബ്ലോക്കിൽ 652 ഏക്കർ, അത് മാർത്താണ്ഡം കായൽ എന്ന് അറിയപ്പെട്ടു. പിന്നീട് ഒരു 600 ടി ബ്ലോക്ക് ഇതേപോലെ വേർതിരിച്ചെടുത്ത ഒരു 600 ഏക്കർ ഉണ്ടായിരുന്നു. ആ 600 ഏക്കർ പ്രദേശം റാണിയോടുള്ള ആദരസൂചകമായി റാണി, ഇപ്പോൾ കുട്ടനാട്ടുകാർക്ക് റാണി ചിത്തിര കായൽ പ്രദേശം എന്നൊക്കെയാണ് അവിടെ ഇപ്പോൾ അറിയപ്പെടുക. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടനാടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്ത് കൃഷിഭൂമി ആക്കാം എന്നുള്ളൊരു സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയത് ഒന്ന് ഇവിടെയും പിന്നൊന്ന് ഹോളണ്ടിലും മാത്രമാണ്. അപ്പോൾ അതേ സമാനമായ സാഹചര്യം. പക്ഷെ പിന്നീട് കാലം മാറി, ഇയാൾ ഒരു കുത്തക മുതലാളി എന്ന രീതിയിൽ ഈ നമ്മുടെ മുരിക്കനെ ചിത്രീകരിക്കപ്പെട്ടു. നമ്മുടെ ഭൂപരിഷ്കരണ നിയമമൊക്കെ നടപ്പിലായി. നമ്മുടെ നാട്ടിൽ രാജഭരണമൊക്കെ പോയി, ജനാധിപത്യ സർക്കാർ വന്നു. ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായ വേരോട്ടം നടത്തി. അപ്പോൾ ഈ ജോസഫ് മുരിക്കൻ എന്ന് പറയുന്ന ഈ കായൽ രാജാവ് അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ ബൂർഷ്വായി. പിന്നീട് ഈ 1972 നമ്മുടെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന വരെ നിലപാട് വന്നു. അത് കാരണം ഇയാൾ ഈ ഭൂമി കൈയടക്കി വെച്ചേക്കുന്നു എന്നുള്ളത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ ഭൂമി മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു. അത് വീതം വെച്ച് കൊടുത്തു. ഓരോ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭൂപരിഷ്കരണ നിയമം പ്രകാരം കർഷകർക്ക് കൊടുത്തു. അങ്ങനെ തൊഴിലാളികളായിരുന്ന പലരും പിന്നീട് കൃഷിഭൂമിയുടെ ഉടമകളായി. പക്ഷെ അതിൻ്റെ പ്രശ്നം, ഈ കുട്ടനാടെന്ന് പറയുന്നത് ഈ ഒരാളുടെ കീഴിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പല ആളുകളുടെ കീഴിലായിട്ട് മാറിയപ്പോൾ ഈ ആ ഒരു കൂട്ടായ്മ ഇല്ലാണ്ടായിപ്പോയി, ഒരു നേതൃത്വം ഇല്ലാണ്ടായിപ്പോയി. ഇത്തരത്തിലുള്ള കൃഷിഭൂമികളെല്ലാം പിന്നീട് തരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിൽ വന്നു. ഈ എന്തിൻ്റെ പേരിലാണോ ഏറ്റെടുത്തത് അവർ തന്നെ അവസാനം കൃഷി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ജനകീയ പങ്കാളിത്തത്തോടെ വിത്തിറക്കേണ്ട അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ജോസഫ് മുരിക്കൻ എന്ന് പറയുന്ന ആൾ കുട്ടനാടിനെ സംബന്ധിച്ച് എഴുതിത്തള്ളാനാവാത്ത ഒരു പേരാണ്. കാരണം അദ്ദേഹം കായൽ രാജാവ് എന്നുള്ള പേര് അദ്ദേഹത്തെ തേടി വന്നത് വെറുതെയല്ല. കാര്യം വെറുതെ കിടന്ന ഒരു മേഖല അവിടെയൊക്കെ കൃഷിഭൂമിയാക്കി മാറ്റി അവിടെ കൃഷി സാധ്യമാണ്, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നെല്ലറകളിൽ ഒന്നായിട്ട് കുട്ടനാട് അറിയപ്പെടുന്നതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ ജോസഫ് മുരിക്കനാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തോട് കാലം ചെയ്തത് വലിയ നീതികേടാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും നമ്മൾ ഇപ്പോൾ പലർക്കും ഈ ജോസഫ് മുരിക്കൻ ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിവുണ്ടാവുക പോലുമില്ല. പക്ഷേ അതിൻ്റെ കാരണം അദ്ദേഹത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയെല്ലാം ഏറ്റെടുത്ത് അത് സംഘടിതമായി നടത്തിക്കൊണ്ടിരുന്ന ആ കൃഷിഭൂമി അല്ലെങ്കിൽ കൃഷിയെല്ലാം തന്നെ പലരായിട്ട് ചെയ്തപ്പോൾ പിന്നീട് തൊഴിലാളികൾ ഉടമകളായി വന്നപ്പോൾ അവർക്ക് ആ കൃഷി കാര്യമാത്ര പ്രസക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കൃഷി നശിക്കുന്ന അവസ്ഥയിൽ വന്നു, തരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ വന്നു. ഇപ്പോൾ പറഞ്ഞ പല മേഖലകളും ജോസഫ് മുരിക്കൻ്റെ കാലത്ത് കൃഷിയോഗ്യമായി എന്ന് പറയുന്ന പല മേഖലകൾ ഇപ്പോൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം കാട് കയറി ഈ കള നിറഞ്ഞ് ചെളി നിറഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ ആണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.